കരുണാകരന്റെ 5ാം ചരമവാർഷിക ദിനമാണ് ഇന്ന് കോൺഗ്രസ് നേതാക്കൾ അടക്കം കരുണാകരനെ ലീഡറുടെ ലീഡർഷിപ്പിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പലതും കുറിക്കുമ്പോൾ ചിലർ അന്നത്തെ ആ സംഭവങ്ങളിൽ ഖേദപ്രകടനം നടത്തുമ്പോൾ ലീഡർ ഒരു ഓർമ്മപ്പെടുത്തലാകുകയാണോ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ? ആ വിഷയം തന്നെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ ചരമവാർഷിക ദിനം മറയാക്കി കോൺഗ്രസിൽ തുറന്ന ഗ്രൂപ്പ് പോര്. കോൺഗ്രസ് മുഖപത്രമായ വീക്ഷണത്തിൽ തനിക്കെതിരെ വന്ന ലേഖനത്തിന് മറുപടിയുമായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രംഗത്തെത്തി. പ്രവർത്തന ശൈലിയിൽ യാതൊരു മാറ്റവും വരുത്തില്ലെന്നും തന്റെ പ്രതിച്ഛായ തകർക്കാൻ ശ്രമിക്കുന്നുവെന്ന ആക്ഷേപം ഇല്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആരെയും പ്രീണിപ്പിക്കാതെ എല്ലാ വിഭാഗങ്ങൾക്കും തുല്യനീതി ഉറപ്പുവരുത്തിയ നേതാവായിരുന്നു കെ കരുണാകരൻ എന്ന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ ഒളിയമ്പ്. ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ചെന്നിത്തലയുടെ വിമർശനം. കെ കരുണാകരന്റെ 5ാം ചരമവാർഷിക ദിനം മറയാക്കിയാണ് AI ഗ്രൂപ്പുകൾ തുറന്ന പോരിലേക്ക് എത്തിയിരിക്കുന്നത്. കെ കരുണാകരന്റെ ശൈലിയെ പ്രകീർത്തിച്ച് കഴിഞ്ഞ ദിവസം വീക്ഷണം ലേഖനം എഴുതിയിരുന്നു. ലേഖനത്തിന്റെ ഉള്ളടക്കം മുഖ്യമന്ത്രിക്കും ഭരണത്തിനും എതിരായിരുന്നു. കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് കോൺഗ്രസ് പെരുവഴിയിൽ കെട്ടിയ ചെണ്ട ആയിരുന്നില്ല എന്നായിരുന്നു ലേഖനത്തിന്റെ ഉള്ളടക്കം. ഒരു ഓൺലൈനിൽ നൽകിയ അഭിമുഖത്തിൽ ഇതിന് മറുപടി എന്ന രീതിയിലാണ് മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. തന്റെ ശൈലി മാറ്റില്ല, പ്രവർത്തന രീതി വളരെ സുതാര്യമാണ്, തെറ്റ് ചെയ്തുവെന്നോ ചെയ്യുന്നുവെന്നോ കരുതുന്നില്ല, അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കാൻ കഴിയുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ നിലയിൽ തന്നെ മത്സരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഉമ്മൻചാണ്ടിയുടെ പ്രവർത്തനത്തെ പരോക്ഷമായി വിമർശിച്ച് ആഭ്യന്തരമന്ത്രിയും രംഗത്തെത്തി. കെ കരുണാകരന്റെ പ്രവർത്തനം മുൻനിർത്തിയായിരുന്നു ഇത്. ജനകീയനായ ഒരു രാഷ്ട്രീയ നേതാവിന് എങ്ങനെ അതിശക്തനായ ഭരണാധികാരിയായി മാറാൻ കഴിയും എന്നതിന് ഉത്തമോദാഹരണമാണ് കെ കരുണാകരൻ. ആരെയും പ്രീണിപ്പിക്കാതെ എല്ലാ വിഭാഗങ്ങൾക്കും തുല്യനീതി ഉറപ്പാക്കിയിരുന്നു. വികസനം എന്നത് വെറുമൊരു പ്രചരണായുധമല്ല, മറിച്ച് ജനങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്ന ഒന്നാകണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നുവെന്നും ചെന്നിത്തല ഫേസ്ബുക്ക് പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടി. ആരെയും അഴിച്ചുവിടാതെ നിർത്തേണ്ടടുത്ത് നിർത്തിയുള്ള ഭരണമായിരുന്നു കരുണാകരന്റേതെന്നും ചെന്നിത്തല കുറിക്കുന്നു. അതേസമയം KPCCയുടെ ആഭിമുഖ്യത്തിൽ കെ കരുണാകരന്റെ 5ാം ചരമവാർഷിക ദിനം ഇന്ദിരാഭവനിൽ ആചരിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മുഖ്യമന്ത്രിക്കെതിരെ വിമർശനവുമായി VD സതീശൻ രംഗത്തെത്തിയിട്ടുണ്ട്. വർഗീയ ശക്തികളെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം കോൺഗ്രസിലുണ്ട് എന്നും ഇവരെ തിരുത്താൻ 2ാം നിര നേതാക്കൾ കോൺഗ്രസിലുണ്ടെന്നും VD സതീശൻ പറഞ്ഞു. ഒപ്പം തന്നെ കെ കരുണാകരനെ സ്ഥാനഭ്രഷ്ടനാക്കിയതിനുള്ള ശ്രമത്തിൽ പങ്കാളിയായതിൽ ഖേദം പ്രകടിപ്പിച്ച് കരുണാകരന്റെ 5ാം ചരമവാർഷിക ദിനമായ ഇന്ന് ചെറിയാൻ ഫിലിപ്പ് ഫേസ്ബുക്ക് പോസ്റ്റും ഇട്ടിരിക്കുന്നു. ഖേദപ്രകടനത്തിന്റെ ഒരു കൃത്യമായ സാഹചര്യമാണിതെന്ന് പറഞ്ഞാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റും ഇട്ടിരിക്കുന്നത്. ഏതായാലും കുറച്ച് ദിവസങ്ങളായി കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കത്തിപ്പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ചെന്നിത്തലയുടെ കത്ത് മുതൽ തുടങ്ങിയ ഏറ്റവും പുതിയ വിഷയങ്ങൾ മറ്റൊരു തലത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് ലീഡറുടെ ചരമവാർഷിക ദിനത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ, ലീഡർ ഓർമ്മപ്പെടുത്തലാകുമ്പോൾ അത് മുന്നറിയിപ്പ് നൽകുന്നത് ആരിലേക്കാണെന്ന് സ്വാഭാവികമായും ഏതു മലയാളിക്കും അറിയാം. അതുകൊണ്ട് ഈ ഒരു വിഷയം തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യുക. ചർച്ചയിൽ നമ്മോടൊപ്പം തത്സമയം പങ്കുചേരുന്നത് ശ്രീ ആനത്തലവട്ടം ആനന്ദൻ ട്രിവാൻഡ്രം സ്റ്റുഡിയോയിൽ നിന്ന് ചേരും. ഒപ്പം തന്നെ ശ്രീ പീതാംബരക്കുറുപ്പ്, ശ്രീ ഫക്രുദ്ദീൻ അലി, ശ്രീ JR പത്മകുമാർ BJP നേതാവ് എന്നിവർ, ഒപ്പം തന്നെ ശ്രീ ചെറിയാൻ ഫിലിപ്പും നമ്മോടൊപ്പം ചേർന്നതാണ്. ഇന്നിപ്പോൾ കരുണാകരനെ അനുസ്മരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം വീക്ഷണത്തിൽ വന്ന മുഖലേഖനമായാലും അതിനോടുള്ള മുഖ്യമന്ത്രിയുടെ മറുപടി, ചെന്നിത്തലയുടെ ഇന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റ്, അതിനൊക്കെ ഇടയിൽ സുപ്രധാനമായുള്ളത് അന്നത്തെ ആ സംഭവങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് ശ്രീ ചെറിയാൻ ഫിലിപ്പിന്റെ ഖേദപ്രകടനമാണ്. ഏതായാലും ആദ്യം ശ്രീ ചെറിയാൻ ഫിലിപ്പിലേക്ക് തന്നെ പോകാം. സ്വാഭാവികമായും എന്തുകൊണ്ടാണ് ഖേദപ്രകടനം എന്ന ഒരു കൃത്യമായ മറുപടി അദ്ദേഹം തന്നെ തരും. ശ്രീ ചെറിയാൻ ഫിലിപ്പ്, ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു പോസ്റ്റ്, ഒരു ഖേദപ്രകടനം എന്ന രീതിയിൽ ലീഡറോടുള്ള ഒരു അനുസ്മരണം, അന്നത്തെ ആ സംഭവങ്ങളിലുള്ള ഒരു ഖേദപ്രകടനം ഒക്കെ നടത്താനിടയാക്കിയ ഒരു ചേതോ വികാരം എന്താണ്? ഇന്ന് കെ കരുണാകരൻ്റെ 5ാം ചരമദിനമാണ്. ഇന്ന് രാവിലെ അദ്ദേഹത്തെക്കുറിച്ച് ഓർത്തപ്പോൾ എൻ്റെ മനസ്സിലൊരു വിങ്ങലുണ്ടായി. ഞാൻ രാവിലെ തന്നെ കെ കരുണാകരൻ്റെ പ്രതിമയ്ക്ക് മുമ്പിലെത്തി. അവിടെ കെ മുരളീധരനും ശരത്ചന്ദ്ര പ്രസാദും സുധീരനും ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കന്മാരുണ്ടായിരുന്നു. എൻ്റെ മനസ്സിൽ കുറേ ദിവസങ്ങളായി അലട്ടിക്കൊണ്ടിരുന്ന ഒരു പ്രശ്നമാണ്, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും അധർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ? 20 വർഷം മുമ്പ് ചെയ്ത ഒരു അധർമ്മമാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റിലെ നിദാനം. അതായത് ശ്രീ കെ കരുണാകരനെ അതിനീചമായി അട്ടിമറിച്ച ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ ഹീനവൃത്തിയിൽ ഞാനും പങ്കാളിയായിരുന്നു. അതിൽ എൻ്റെ പങ്കാളിത്തം മറച്ചുവെച്ചിട്ടില്ല. പലപ്പോഴും ഞാൻ കരുണാകരനോട് ഇക്കാര്യം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പരസ്യമായി അത് ഒരു മാപ്പിരക്കുന്നത് നന്നായിരിക്കുമെന്ന് തോന്നിയത് കൊണ്ടാണ് ഇന്ന് രാവിലെ ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. അതിൽ പ്രധാനമായും പറയുന്നത്, അന്ന് കരുണാകരനെ രാജ്യദ്രോഹിയായും ചാരനായും ചിത്രീകരിച്ച ഒരു സംഭവമുണ്ട്. അദ്ദേഹത്തെ ജനമധ്യത്തിൽ താറടിക്കുന്ന അവസ്ഥയായിരുന്നു. ഹൈക്കമാൻഡിന് മുമ്പിൽ ഒരു കുറ്റപത്രം തയ്യാറാക്കി നൽകുകയും രാജ്യമൊട്ടാകെ കരുണാകരനെക്കുറിച്ച്
വളരെ ദുഷ്കീർത്തികരമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യോഗങ്ങൾ നടത്തിയ സന്ദർഭങ്ങളുണ്ട്. അതുപോലെ തന്നെ കരുണാകരൻ്റെ കൂടെ വന്നിരുന്ന 7 MLA-മാരെ കരുണാകരൻ ഗ്രൂപ്പിൽ നിന്ന് മാറ്റി എ ഗ്രൂപ്പിലേക്ക് മാറ്റി. അതിൻ്റെ പിന്നിൽ പലരെയും പ്രലോഭിച്ച് അല്ലെങ്കിൽ വാഗ്ദാനങ്ങൾ നൽകി അല്ലെങ്കിൽ ഒരു കുതിരക്കച്ചവടം തന്നെയാണ് നടന്നത്. ഇത്തരം കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും ത്യാഗിയായ മനുഷ്യസ്നേഹിയായ നേതാവിനെ തൻ്റെ കസാരയിൽ നിന്നും അധികാര കസാരയിൽ നിന്നും ഇറക്കി വിട്ടത് എന്നുള്ളത് ഒരു വലിയ പാപമായി. ഇത്രയും വലിയൊരു അധർമ്മം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടില്ല. ആ പാപത്തിൽ പങ്കാളിയായതിൻ്റെ കുറ്റബോധം കൊണ്ടാണ്, മനസ്താപം കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്നിടാൻ തയ്യാറായത്. യെസ്, ആദരികതാം. ശ്രീ ആനത്തലവട്ടം, ഒരുപക്ഷെ അന്നത്തെ ആ സംഭവത്തിന്റെ ഭാഗമായതുകൊണ്ടാണ് അങ്ങനെ ഒരു കുറ്റബോധം ഉണ്ടായതും ഇപ്പോൾ അത് പരസ്യമായി പറയണമെന്നൊരു സാഹചര്യം ഉണ്ടായതും. പക്ഷേ സ്വാഭാവികമായും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആളെ മഹത്വവൽക്കരിക്കുക എന്ന് പറയുന്നത് മലയാളിയുടെ സ്വഭാവമാണ്. പക്ഷെ അതിനും അപ്പുറത്തേക്ക് ലീഡറെ മഹത്വവൽക്കരിക്കേണ്ട ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് എത്തി നിൽക്കുന്ന ആ ഒരു കോൺഗ്രസ് രാഷ്ട്രീയം എന്താണ്? അത് ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഇന്നത്തെ ഗവൺമെൻറ് സ്വീകരിച്ചു വരുന്ന നടപടികളോട്, നിലപാടുകളോട് കോൺഗ്രസിനകത്ത് തന്നെ അതിശക്തിയായ എതിർപ്പ് ഉയർന്നു വന്നിരിക്കുന്നു. അതിൻ്റെ പ്രതിഫലനമാണ് ശ്രീ രമേശ് ചെന്നിത്തല കേന്ദ്രത്തിന് കത്തെഴുതിയത്. ഇന്നലെ വരെ ഇന്ന് മുമ്പ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ, വീക്ഷണം പത്രത്തിൻ്റെ പത്രാധിപരുൾപ്പെടെ ആ കത്ത് ഓൺ ചെയ്യുന്നില്ല. എന്നിട്ട് ആ കത്തിലെ ഉള്ളടക്കം മുഴുവൻ ശരിവെച്ചുകൊണ്ട് അതിനെതിരായി എഡിറ്റോറിയൽ എഴുതുകയാണ്. ഉള്ളടക്കം ശരിവെക്കുന്നു, പക്ഷേ കത്ത് ഞങ്ങൾ അയച്ചിട്ടില്ലെന്നാണ് പറയുക. ഇന്ന് ശ്രീ രമേശ് ചെന്നിത്തലയുടെ ഫേസ്ബുക്കിലൂടെ വന്നിരിക്കുന്നത് വീണ്ടും ആ കത്തിലെ കാര്യങ്ങളൊക്കെ ആവർത്തിക്കുകയാണ്. ആ കത്തിൽ ഇന്നിപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ച പോലെ ഉമ്മൻചാണ്ടിയുടെ പ്രതിച്ഛായ പോയി, ഗവൺമെൻറ് പ്രതിച്ഛായ പോയി, അഴിമതിയാണ് ഉയർന്നു നിൽക്കുന്നത്. ഇത് പരിഹാരം കാണേണ്ടതാണെന്നാണ് കേന്ദ്രത്തിനോട് അദ്ദേഹം എഴുതിയ കത്തിൽ ആവശ്യപ്പെടുന്നത്. ഇന്ന് അദ്ദേഹം അത് തന്നെയാണ് ആവർത്തിച്ചിരിക്കുന്നത്. ആ പ്രതിച്ഛായ പോയി എന്നുള്ളത് ആവർത്തിച്ചിരിക്കുന്നത്. അതിന് അദ്ദേഹം പ്രത്യക്ഷമായി പറയാതെ അദ്ദേഹം പരോക്ഷമായി പറഞ്ഞു ശ്രീ കരുണാകരൻ്റെ യോഗ്യതകളെക്കുറിച്ച് ഉയർത്തി കാണിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ യോഗ്യത ഉയർത്തി കാണിക്കുന്നതിൻ്റെ സന്ദർഭം ഇപ്പം എന്താണ്? ഈ കത്തിൽ നിന്ന് ഉള്ളടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ചേർക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് വേറെ പല കോൺഗ്രസ് നേതാക്കന്മാരുടെയും കമൻസ് വന്നിട്ടുണ്ട്. അതിലവർ പറയുന്നത് അവരും ഈ കത്തിലുള്ള ഉള്ളടക്കത്തെ ജസ്റ്റിഫൈ ചെയ്യുന്ന വിധത്തിലാണ് ശ്രീ സതീശൻ്റെ ഫേസ്ബുക്ക് ആയാലും ശരി, രാമേന്ദ്ര മാസ്റ്ററുടെ ഫേസ്ബുക്ക് ആയാലും ശരി, ഇതെല്ലാം ഇന്ന് വന്നിരിക്കുന്നത്. ഇതിവിടെ 2-3 ദിവസത്തിന് മുമ്പ് വിവാദ വിഷയമായ ഈ ഗവൺമെൻറ്റിൻ്റെ കൊള്ളരായ്മകളെക്കുറിച്ച് രമേശ് ചെന്നിത്തലയുടെ ഫേസ്ബുക്കിൽ ഇദ്ദേഹത്തിൻ്റെ ഈ ജനസമ്പർക്കമാണ് ഏറ്റവും വലിയ നേട്ടമായി കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെല്ലാം ഉയർത്തിക്കുന്നത്. ഉമ്മൻചാണ്ടി അത് ഓൺ ചെയ്യുകയാണ്. എനിക്ക് ജനങ്ങളുടെ ഇടയിൽ ജീവിച്ചില്ലെങ്കിൽ എനിക്ക് നിലനിൽപ്പില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ നിൽക്കും എന്ന് ആവർത്തിക്കുകയാണ്. എന്നാൽ അതൊരു തരം പ്രചരണത്തിന് വേണ്ടി മാത്രമാണ്, ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് പര്യാപ്തമല്ല എന്ന കമൻസാണ് ഇപ്പോൾ മറ്റു നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. ഷാർപ്പായ വിമർശനമാണ് ഇപ്പോൾ ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിനെതിരായി കോൺഗ്രസിനെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ശ്രീ രമേശ് ചെന്നിത്തലയായാലും കോൺഗ്രസിൻ്റെ KPCC വൈസ് പ്രസിഡൻ്റ് ആയാലും അവരെല്ലാം ഉയർത്തിയിരിക്കുന്നത്. എയിൽപ്പെടുന്ന ആൾക്കാരും ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ രംഗത്ത് വന്നിട്ടും. ശ്രീ പീതാംബരകുറുപ്പ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അതിനു മുൻപായി ശ്രീ ശരത്ചന്ദ്ര പ്രസാദ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിലേക്ക് പോയ ശേഷം വളരെ വേഗം എത്താം. ശ്രീ ശരത്ചന്ദ്ര പ്രസാദ്, ഒരുപക്ഷെ അന്നത്തെ ആ വിഷയങ്ങളിലൊക്കെ ഒരു ഭാഗമായി നിന്നിട്ടുള്ള ആളാണ് താങ്കളായാലും ശ്രീ പീതാംബരകുറുപ്പായാലും. ഇതിനൊക്കെ സാക്ഷികളാണ് ലീഡറുടെ വിഷയങ്ങളിലൊക്കെ. അന്നത്തെ ആ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഇന്നത്തെ ഈ രാഷ്ട്രീയം ലീഡറെ ബേസ് ചെയ്ത് ചർച്ച ചെയ്യപ്പെടുമ്പോൾ, കോൺഗ്രസ് രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുമ്പോൾ എന്ത് തോന്നുന്നു? അല്ല, അപ്പൊ ലീഡറുടെ കാര്യത്തിൽ ലീഡർക്ക് ശേഷം വന്ന ഏത് ഭരണാധികാരിയുടെ കാര്യം പറഞ്ഞാലും ഓരോ പ്രധാന സംഭവങ്ങളുണ്ട്. അപ്പൊ എല്ലാവരും രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും പറയുന്നതല്ലേ, ലീഡർ ആയിരുന്നെങ്കിൽ ഇങ്ങനെയായിരുന്നേ, ലീഡർ ആയിരുന്നെങ്കിൽ ഇത് ചെയ്യുമായിരുന്നു. അത് ലീഡർക്ക് മാത്രം അവകാശപ്പെട്ട ചില കാര്യങ്ങളാണ്. അതിപ്പോ ഇന്ന് ഈ ഫേസ്ബുക്കിൽ ഇതൊക്കെ വരുന്ന ലീഡറുടെ ഒരു പ്രസക്തിയുള്ള, കഴിഞ്ഞ ലീഡർ മരിച്ചിട്ട് 4 കൊല്ലം പൂർത്തിയാകുന്ന സമയത്തും ലീഡറുടെ നാമധേയത്തിന് പ്രസക്തി ഉണ്ടാകുന്ന ഒരുപാട് സംഭവവാസങ്ങളുണ്ട്. ലീഡർ പലപ്പോഴും ബുദ്ധിപരമായി കൈകാര്യം ചെയ്യേണ്ടി വരുന്ന ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അത് ലീഡറുടെ മാത്രം ഒരു പ്രത്യേകത. ആ സത്യം പറയുന്നത് ഒരു അപരാധമായി പോകണമെന്നില്ല. ഒരു സത്യം പറയുമ്പോൾ മറ്റതെല്ലാം അസത്യമാണ് എന്നർത്ഥമില്ല. ലീഡർ എന്ന സത്യത്തെ പലരും സ്മരിച്ചു എന്നുള്ളതാണ്. ആ സ്മരണ പറയുമ്പോ ലീഡർ ഇങ്ങനെ, അപ്പൊ നിങ്ങൾ അങ്ങനെ അല്ലെന്നാണോ പറയുന്നതിൽ അർത്ഥമാകുന്നില്ല. ലീഡറുടെ കാര്യങ്ങൾ, ലീഡർ ഒരു യാഥാർത്ഥ്യമാണ്, ഒരു പരമസത്യമാണ്. ലീഡറുടെ കഴിവുകൾ എന്ന് പറയുന്നത് എല്ലാ ജനങ്ങളും അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്.
വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ, പ്രശ്നങ്ങൾ തരണം ചെയ്യുന്ന കാര്യത്തിൽ അതുപോലെ എല്ലാവരും ആകണമെന്നില്ല. ആ ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ ഉണ്ട്. ഇപ്പം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി എന്നുള്ളതിൽ ചെയ്യുന്ന ചില കാര്യങ്ങളും ലീഡറുടെ കാലത്തുണ്ടായിരുന്നെങ്കിൽ നമുക്ക് തുല്യം ചെയ്യാൻ കഴിയില്ല. അതിനാൽ ലീഡർ ചെയ്ത കാര്യങ്ങൾ, അതിപ്പോ ചില കാര്യങ്ങളിൽ ലീഡറുടെ ശൈലിയുണ്ട്. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ശൈലിയുണ്ട്. ആ ശൈലിയുടെ അടിസ്ഥാനത്തിൽ ലീഡറുടെ ശൈലി പലപ്പോഴും പലരും വിമർശിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ശരിയായിരുന്നു എന്ന് വിമർശിച്ചവർ തന്നെ സമ്മതിക്കും. തീർച്ചയായും വളരെ നന്ദി ശ്രീ ശരചന്ദ്ര പ്രസാദ്. അവിടെ തന്നെയാണ് ശ്രീ പീതാംബരക്കുറുപ്പ്. ലീഡർ ഇങ്ങനെയായിരുന്നു, ഒരുപക്ഷെ രാഷ്ട്രീയത്തിലെ ലീഡർ എന്ന് തന്നെ വിളിക്കേണ്ട ഒരു വ്യക്തിയായിരുന്നു എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. പക്ഷേ അവിടെയും ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ അവസാന നാളുകളിൽ ഉണ്ടായ പ്രശ്നങ്ങൾ, അവഗണനകൾ രാഷ്ട്രീയമായി സ്വാഭാവികമായും എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ 5ാം ചരമവാർഷികത്തിലേക്ക് എത്തി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ മാത്രം എന്തുകൊണ്ട് ലീഡറുടെ നിലപാടുകൾക്ക് ഇത്രയേറെ പ്രസക്തി വർദ്ധിക്കുന്നു എന്നിടത്താണ് സ്വാഭാവികമായും എൻ്റെ ചോദ്യം. ശ്രീ പീതാംബരൻ. മികവും ശേഷിയുമൊക്കെ കക്ഷിപക്ഷ ഭേദം മറന്ന് അംഗീകരിക്കപ്പെടുന്ന ഒരു കാലം വരും. ശങ്കരക്കുറുപ്പ് പറഞ്ഞതുപോലെ ആ ദിനം വരും അദ്ദിനമെന്നാടിൻ്റെ നാവനങ്ങിയാൽ ലോകം ശ്രദ്ധിക്കും ദിനം വരും എന്ന് പറഞ്ഞിട്ടില്ലേ. 1000 കാര്യങ്ങൾ ഉദാഹരിക്കത്തക്കവണ്ണം കഠിനാധ്വാനം കൊണ്ട് മികവ് നേടി അനുഭവത്തിലൂടെ അങ്ങെത്തിയ ആളാണ് ലീഡർ. അപ്പം അദ്ദേഹത്തെ ഏതെങ്കിലും ഒരു പ്രതിസന്ധിയിൽ ഉദ്ധരിക്കാതെ കടന്നു പോകാൻ രാഷ്ട്രീയ സമൂഹത്തിന് സാധിക്കില്ല. ഇപ്പം ബഹുമാന്യ ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ ഉദ്ധരിക്കാതെ കേരളത്തിൻ്റെ ചരിത്രം പൂർത്തിയാവുകയില്ല. അതുപോലെ കഠിന പ്രയത്നത്തിലൂടെ മാതൃകയായി മാറിയ അത്ഭുത സിദ്ധികൾ രാജ്യത്ത് പ്രയോഗിച്ച, മതജാതി സമുദായ രാഷ്ട്രീയ പക്ഷാഭേദങ്ങളില്ലാതെ തൻ്റെ ചുമതലകൾ നിർവഹിക്കുവാൻ അധികാരം ഉപയോഗിച്ച, അതിനൊക്കെ പ്രത്യുൽപ്പന്നമതിത്വം എന്ന് പറയും, റിസോഴ്സ്ഫുൾനെസ്, അത് മികവായി ഉണ്ടായിരുന്ന നേതാവാണ് ശ്രീ കെ കരുണാകരൻ. അപ്പോൾ അദ്ദേഹത്തെ ഒരു സങ്കല്പ ശക്തിയായി സൂചിപ്പിക്കാതിരിക്കാൻ ആർക്കും കഴിയില്ല. നമുക്കിപ്പോ ഒരു ഘട്ടം വരുമ്പോൾ നമ്മൾ മറന്നുപോയ പലരെയും ഓർമ്മിക്കും. ആ ഘട്ടമാണ് ശ്രീ ഫക്രുദ്ദീൻ അലി. ആ ഘട്ടം എന്തുകൊണ്ട് ഇപ്പോഴായി? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ ചോദ്യം. ഘട്ടം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 5 വർഷം ഉണ്ടായിരുന്നു. 5 വർഷത്തിൻ്റെ ഇടയ്ക്ക് മുരളീധരനൊക്കെ ഇടയ്ക്ക് അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ പറയാറുണ്ടായിരുന്നു. വേറെ ആരും അത് ഏറ്റെടുത്ത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അന്ത്യനിമിഷം വരെ ലീഡറുടെ കൂടെ നിന്ന ആളാണ് കുറുപ്പൊക്കെ. അപ്പോൾ കുറുപ്പിനെ പോലുള്ള ചില ആളുകൾ പറയുന്നതല്ല. ഇപ്പോൾ ഇവരെല്ലാവരും പറയുന്നു, അന്ന് ലീഡറെ പുകച്ച് പുറത്തു ചാടിക്കാൻ മുന്നിട്ടിറങ്ങിയ ആളുകൾ കൂടി ഇന്ന് പറയുന്നു. എന്താണ് അതിൻ്റെ റെലവൻസ്? ഞാനത് ഇന്ന് ഒരു കഥ പറയാമോ, ചുരുക്കി പറയാം. ഇന്ന് രാവിലെ ലീഡറുടെ അനുസ്മരണം പത്മജയുടെ വീട്ടിലുണ്ടായിരുന്നു. എൻ്റെ അമ്മയും മരുകളൊക്കെ ഭയങ്കര കോൺഗ്രസ്സുകാരാണ്. അപ്പോൾ അവർക്ക് ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി അവർ വന്നു. രാവിലെ അവരെ കുറുപ്സ് അവിടെ ഉണ്ട്. അപ്പോൾ ഞാനാണ് ഡ്രോപ്പ് ചെയ്തത്. അപ്പോൾ എനിക്ക് പത്മജൻ്റെ വീട് അറിയാത്തതുകൊണ്ട് ഞാൻ ദേവസ്വം ബോർഡ് ജംഗ്ഷനിൽ എത്തിയ ഒരാളോട് ചോദിച്ചു. അപ്പോൾ എന്നോട് സാർ ഇടത് നിരീക്ഷകൻ്റെ സാറിന് കരുണാസാറിനോട് ഒത്തിരി ബഹുമാനം. ഞാൻ പറഞ്ഞു ഉമ്മയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, അല്ല സാറേ, അത് എല്ലാവരും അദ്ദേഹത്തെ ബഹുമാനിച്ചു പോകും. കാരണം അദ്ദേഹം എല്ലാവരെയും ഒരുമിച്ച് നിന്ന് ആരെന്ത് പ്രശ്നം വന്ന് അത് കൃത്യമായി പരിഗണിച്ചുകൊണ്ട് ഒരു സനാതനമായി ഹിന്ദുവായി നിന്നുകൊണ്ട് തന്നെ വളരെ സെക്യുലർ നിലപാടുകളെടുത്ത് മുന്നോട്ട് പോയ ഒരാളാണ് ഇദ്ദേഹം. പറഞ്ഞത് എനിക്ക് മനസ്സിലായി. പവത്തിനെ പോലെ ക്രിസ്ത്യൻ പാതിരിമാർ, നാരായണ പണിക്കർ സാറിനെ പോലെയുള്ള ആളുകൾ, കിടങ്ങൂരിനെ പോലെയുള്ള ഇവരെല്ലാം തന്നെ ഒരു വർഗീയമായ പീഡനം ഒന്നും കാണിക്കാതെ കൃത്യമായി എല്ലാവരും ഒരുമിച്ച് കൊണ്ടുവരാനും BJP ആയിട്ട് ഉമ്മൻചാണ്ടി അടുത്ത ടാക്ടിക്കൽ ഇടപാടൊക്കെ അദ്ദേഹം നടത്തിയിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഹിന്ദുത്വ ഫോഴ്സിൻ്റെ ശരിയായ ഭീഷണി അറിയാമായിരുന്നു. അതുകൊണ്ട് ഇലക്ഷൻ അങ്ങ് തോൽപ്പിച്ച് കളഞ്ഞു. മരാഠിനെ അവരെ തോൽപ്പിച്ചു കളഞ്ഞു. അതാണ് അദ്ദേഹത്തിന് മിടുക്ക് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഈ രീതിയിൽ കേരളത്തിൻ്റെ ഒരു എന്താ പറയുക സെക്യുലർ ലിബറൽ ഡെമോക്രാറ്റിക് ചുറ്റുപാടുകളെ വളരെ കൃത്യമായും അറിഞ്ഞുകൊണ്ട് അതിനനുസരിച്ച് സഞ്ചരിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഒന്നാമത്തെ റെലവൻസ്. അത് ഉമ്മൻചാണ്ടിക്ക് പറ്റുന്നില്ല. ഉമ്മൻചാണ്ടിയുടെ എത്തും അത് പ്രീണനമായി പോകുന്നു. അവിടെയാണ് BJP സ്കോർ ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം, ലീഡറിൻ്റെ കാലഘട്ടത്തിൽ കേരളത്തിൽ ഉണ്ടായിരുന്നത് കേരളത്തിലെ വിശ്വാസികളുടെ ഒരു പടത്തരവനായി ഇപ്പോഴത്തെ ലീഡർ നിൽക്കുന്നു. മതവിശ്വാസികൾ 1-ാം തീയതി കൃത്യമായി ഗുരുവായൂർ പോകുന്ന ശുദ്ധനായ ഹിന്ദുവായ ഒരു ഭക്തൻ. അപ്പുറത്ത് ഞങ്ങളെപ്പോലെയുള്ള ഇടതുപക്ഷക്കാരായിട്ടുള്ള, ഞാനൊക്കെ അന്ന് കുട്ടിയാണ്, സെക്യുലർ ആയിട്ടുള്ള ആളുകളുടെ മതനിരപേക്ഷവാദികളുടെ കൃത്യമായ വക്താവായിക്കൊണ്ട് സഖാവ് EMS ഇപ്പുറത്ത് നിൽക്കുന്നു. EMSന്റെ സ്ഥാനത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മറ്റു പലരുണ്ട്. പക്ഷേ ലീഡറിനെ പോലെ ഒരാൾ കോൺഗ്രസ് വന്നിട്ടില്ല. അതിൻ്റെ ഫലം എന്താണ്? പപ്പൻചാട്ടൻ്റെ പാർട്ടി തിരുവനന്തപുരം പോലുള്ള സ്ഥലങ്ങളിൽ NSS നേരിട്ട് NSS മാത്രമാണ് ഒരു പക്ഷേ BJP ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തത് സംഘടനാപരമായിട്ട്. എന്നിട്ട് പോലും അപ്പൻചാട്ടൻ്റെ പാർട്ടി നായന്മാരുടെ ഒക്കെ വോട്ടുമായി ഇവിടെ വൻഭൂരിപക്ഷത്തോട് തിരുവനന്തപുരത്ത് രണ്ടാമതെത്തി. ഈ ഭീഷണിയാണ് പലപ്പോഴും മറ്റ് രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉപരിയായി. കാരണം ചുമരുണ്ടെങ്കിലല്ലേ ചിത്രം എഴുതാൻ പോകും പറ്റുള്ളൂ. കോൺഗ്രസ് അപ്രത്യക്ഷമായി
പ്രശ്നമാണെന്നുള്ള ഈ ഒരു തിരിച്ചറിവാണ് സത്യത്തിൽ ആ തിരിച്ചറിവ് ഒരുപക്ഷെ ശ്രീ പത്മകുമാർ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ആ അസന്തുലിതാവസ്ഥ ഒരുപക്ഷെ ചെന്നിത്തലയുടെ കത്തിൽ പറഞ്ഞിരുന്ന ആ ഒരു ന്യൂനപക്ഷ പ്രീണനം അതൊക്കെയല്ലേ ഒരുപക്ഷെ BJP-യുടെ വളർച്ചയ്ക്കും ഈ ഒരു പറഞ്ഞൊരു സാഹചര്യത്തിനും ഒക്കെ ഇടയൊരുക്കിയതും? അതെപ്പോഴും ഈ BJP വളരുമ്പോൾ അത്തരത്തിലൊരു എവിടെയെങ്കിലും ഒരു ഉത്തരം കണ്ടെത്തണമല്ലോ, അതിന് ഇവരെല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴത്തെ ഇവിടെ കരുണാകരനുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം, നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ നാൾ വഴികൾ പരിശോധിച്ച് നോക്കിയാൽ ഇതൊരു ചരിത്രത്തിൻ്റെ പുനരാവർത്തനമാണ്. ഈ കരുണാകരൻ വലിയ സാത്വികനായിരുന്നു എല്ലാം അങ്ങനെ ഒരു അഭിപ്രായം ഒന്നുമില്ല. അദ്ദേഹം നല്ലൊരു രാഷ്ട്രീയക്കാരനായിരുന്നു. ആ രാഷ്ട്രീയക്കാരനുള്ള ഗുണവും ദോഷങ്ങളും അദ്ദേഹത്തിനുണ്ട്. നമുക്കറിയാമല്ലോ, അദ്ദേഹത്തിൻ്റെ എല്ലാ ചെയ്തികളും ജനാധിപത്യപരമൊന്നും ആയിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന് അനുഭവിച്ച അല്ലെങ്കിൽ അനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങളാണ് ഇന്ന് ഉമ്മൻചാണ്ടി അനുഭവിക്കുന്നത്. കരുണാകരനും അനുഭവിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഈശ്വരവാര്യരോട് അദ്ദേഹം പെരുമാറിയത് എങ്ങനെയാണ്? ആ പുത്ര വിഷമത്തോടു കൂടി ഈശ്വരവാര്യർ മരിച്ചപ്പോൾ അതേ അവസ്ഥ അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ പുത്രനിൽ നിന്നുണ്ടായ ചില പ്രശ്നങ്ങൾ അദ്ദേഹത്തെ വേദനിപ്പിച്ചിട്ടുണ്ട്. അതൊരു ആവർത്തനമാണ്. അതേപോലെ കരുണാകരനെ സ്മരിക്കുമ്പോൾ ഒരൊറ്റ വിഷയം മാത്രമേ ഉള്ളൂ, അതാണ് വ്യത്യാസം. അല്ല, കരുണാകരനെ വേദനിപ്പിച്ച പ്രശ്നങ്ങളും കരുണാകരനെതിരായിട്ട് പ്രവർത്തിച്ച കോൺഗ്രസ്സുകാർ ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഉമ്മൻചാണ്ടി രാജിവെച്ച കാര്യമൊക്കെ നമുക്കറിയാമല്ലോ. അതേ അവസ്ഥ ഉമ്മൻചാണ്ടിക്കൊണ്ട് അന്ന് മറിയം റഷീദയാണ് കരുണാകരന് പുറത്താകാൻ ഇട നൽകിയതെങ്കിൽ ഇന്ന് ഇദ്ദേഹം പുറത്തായില്ലെങ്കിലും അദ്ദേഹം അനുഭവിക്കുന്ന വ്യഥ സോളാറും അതുപോലെ ബന്ധപ്പെട്ടാണ്. അതിലും ഒരു സ്ത്രീയായിരുന്നു, ഇതിലും ഒരു സ്ത്രീയായിരുന്നു കീ പ്ലെയർ. അത് ഒരു അതാണ് ഞാൻ പറഞ്ഞത്, ചരിത്രത്തിന്റെ ഒരു പുനരാവർത്തനമാണ്. ഇത് രാഷ്ട്രീയത്തിൽ സംചരിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഈ ചെറിയാമ്പലി പറഞ്ഞതുപോലുള്ള ഒരു ധാർമ്മിക, നമ്മളെപ്പോഴും നിലപാടുകൾ എടുക്കുമ്പോൾ അപ്പോഴെപ്പോഴുള്ള സൗകര്യങ്ങളും താല്പര്യങ്ങളും അതിൻ്റെ ആ രീതിയിൽ എടുക്കാതെ വളരെ സത്യസന്ധമായ ധാർമ്മികമായ ഉറച്ച നിലപാടുകൾ എടുക്കണം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ചെറിയാമ്പലി പറഞ്ഞതുപോലെ പിന്നെ മാറി പറയേണ്ടി വരില്ല, കുറ്റബോധം പേറിക്കൊണ്ട് നടക്കേണ്ടതായിട്ടും വരില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ഇടയ്ക്ക് ഒരു TV ക്ലിപ്പിംഗ് കണ്ടതാണ്. അന്ന് അദ്ദേഹം പറഞ്ഞത് കരുണാകരൻ പുറത്തു പോയ സമയത്ത് കരുണാകരൻ്റെ മന്ത്രിസഭയിൽ ഉമ്മൻചാണ്ടി രാജിവെച്ചപ്പോൾ ഉമ്മൻചാണ്ടിയെ പുകഴ്ത്തി ചെറിയാമ്പലി പറഞ്ഞിട്ടുണ്ട്. അന്ന് പറഞ്ഞത് ഒരുപാട് പീഡനങ്ങൾ, മാനസിക പീഡനങ്ങൾ ഉമ്മൻചാണ്ടി അനുഭവിക്കുന്നുണ്ട്, മാന്യനായ രാഷ്ട്രീയക്കാരനായതുകൊണ്ടാണ് അന്ന് അദ്ദേഹം പുറത്ത് പറയാത്തത് എന്നൊരു TV ചാനൽ ഒരിക്കൽ ഞാനത് എൻ്റെ ഒരു ഓർമ്മയുണ്ട്. അപ്പം പറയേണ്ട കാര്യങ്ങൾ അപ്പോഴെപ്പോഴും പറയുക, സത്യസന്ധമായ നിലപാട് എടുക്കുക. അതാണ് നമ്മുടെ രാഷ്ട്രീയത്തെ ഉയർന്നു വരുന്ന ഒരു വിഷയമുണ്ട്, ഒരു സുപ്രധാനമായ ഒരു വിഷയം കൂടിയുണ്ട്, ധാർമ്മികത എന്ന് പറയുന്നത്. കരുണാകരന്റെ കാര്യത്തിൽ ആ വിഷയം പല ഘട്ടങ്ങളിലും പറയുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ ആ വിഷയത്തിലേക്ക് തന്നെയാണ് നമ്മൾക്ക് എത്തേണ്ടത്. ശ്രീ ചെറിയാൻ ഫിലിപ്പ്, ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ അവസാന കാലത്തെല്ലാം ശ്രീ K. കരുണാകരനോടൊപ്പം നിന്നിരുന്നു. അന്ന് ഇത്തരം കാര്യങ്ങളെല്ലാം സംസാരിക്കുകയും ചെയ്തിരുന്നു. അന്ന് ഇത്തരത്തിലൊരു അന്ന് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ഒരു ഖേദപ്രകടനം നടത്തുകയും ചെയ്തത്. പക്ഷേ അങ്ങനത്തെ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ കൂടി ഒരുപക്ഷെ അന്ന് താങ്കൾ അതിനൊരു പരസ്യമായ ഒരു ഇത്തരത്തിലൊരു തുറന്നു പറച്ചിലിന് തയ്യാറായില്ല. അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ 5ാം ചരമവാർഷികത്തിലേക്ക് എത്തി നിൽക്കുന്നു. ഇപ്പോൾ ഇങ്ങനെ ഇത്തരത്തിലൊരു ഖേദപ്രകടനം നടത്തുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ സാഹചര്യം എന്തുകൊണ്ട് അതിന് ഉപയോഗപ്പെടുത്തി? ശ്രീ ചെറിയാൻ ഫിലിപ്പ്. കോൺഗ്രസിൽ ഞാൻ എക്കാലവും ശ്രീ AK ആന്റണിയോടൊപ്പം നിന്നിരുന്ന ആളാണ്. AK ആന്റണിയോട് നിന്നിരുന്നപ്പോൾ പോലും 74-ൽ ഈ ഗ്രൂപ്പ് മത്സരങ്ങൾ നടക്കുമ്പോൾ ഉമ്മൻചാണ്ടി നേതൃത്വത്തിലുള്ള ഗ്രൂപ്പിൽ നിന്നും കുറേ മാറി നിൽക്കാൻ സുധീരനും ഞാനും തയ്യാറായി. ഉമ്മൻചാണ്ടിയുടെ പല നടപടികളോടും പിന്നെ ഞങ്ങൾക്ക് യോജിപ്പുണ്ടായിരുന്നില്ല. അങ്ങനെ സുധീരനും ഞാനും വേറിട്ട ഒരു നിലപാടാണ് സ്വീകരിച്ചത്. പക്ഷേ ഞങ്ങൾ ആൻ്റണിയോടൊപ്പം തന്നെയായിരുന്നു. പക്ഷേ ആൻ്റണി നിർദ്ദേശിച്ചനുസരിച്ച് 1998-ൽ K. കരുണാകരൻ തിരുവനന്തപുരത്ത് ലോക്സഭാ ഇലക്ഷനിൽ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖ്യ പ്രചാരകനായി ആൻ്റണി എന്നെ നിയോഗിച്ചു. കരുണാകരൻ്റെ ആഗ്രഹം അതായിരുന്നു. അതിനുശേഷം കരുണാകരൻ്റെ വിജയം ഉണ്ടായപ്പോൾ അദ്ദേഹവുമായി ഞാൻ വളരെ മാനസികമായി അടുത്തു. അദ്ദേഹത്തെ ഇറക്കിവിട്ട പല സംഭവങ്ങളെക്കുറിച്ചും അദ്ദേഹം എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ പങ്കാളിത്തം അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. അന്ന് ഇടയായ സാഹചര്യങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹം അത് ക്ഷമിക്കുകയും ചെയ്തു. ഇക്കാര്യം K. മുരളീധരനും പത്മജ വേണുഗോപാലിനും മാത്രമല്ല, ശരത്ചന്ദ്ര പ്രസാദ് അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ലീഡറുമായി പഴയ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ശരത്ചന്ദ്ര പ്രസാദ് ഉണ്ടായിരുന്നു. പിന്നീട് അവസരത്തിൽ പീതാംബർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മാനസികമായി K. കരുണാകരനോട് വളരെ അടുത്തു, കോൺഗ്രസ് ഉള്ളപ്പോൾ തന്നെ. കോൺഗ്രസിൽ ഞാൻ വിടുമ്പോൾ K. കരുണാകരനും AK ആൻ്റണിക്കും ഒരുപോലെ വിശ്വസ്തനായിരുന്നു. അതിനുശേഷവും അദ്ദേഹം കോൺഗ്രസിൽ നിന്നും കരുണാകരൻ വിട്ട് DIC ഉണ്ടാക്കി, NCP വന്നു. പല സന്ദർഭങ്ങളിലും ദുഃഖഭാരത്തോടുകൂടി അദ്ദേഹം നിൽക്കുമ്പോൾ പലപ്പോഴും എന്നെ വിളിക്കുമായിരുന്നു. കോൺഗ്രസിലായ സന്ദർഭത്തിൽ സോണിയാഗാന്ധിയെ കാണാൻ കൊടും മഞ്ഞുള്ള ഡൽഹിയിൽ പോയി പലപ്പോഴും അവിടെ നിന്ന് വളരെ തിക്താനുഭവം ഉണ്ടായി. അതായത് 2-3 ദിവസം കാത്തുകെട്ടി കിടന്നിട്ട് പോലും കൊടും മഞ്ഞിൽ അദ്ദേഹത്തിനെ കാണാൻ സാധിച്ചിട്ടില്ല. അങ്ങനെയുള്ള ക്രൂരമായ സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മരിക്കുന്ന അവസാന നിമിഷങ്ങളിൽ പോലും അദ്ദേഹവുമായി ബന്ധപ്പെടാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. മരണാസന്നമായി കിടന്ന സന്ദർഭത്തിൽ അദ്ദേഹം അനന്തപുരി ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ
ഏറ്റവും ഒടുവിൽ ഉദയാസ്തമന പൂജയിൽ, അല്ലാതെ ഗുരുവായൂരിലെ ഉദയാസ്തമന പൂജയിലെ കളവം കലക്കി നൽകുന്ന സന്ദർഭം പോലെ എനിക്ക് ഓർമ്മയുണ്ട്. മരണത്തോട് അടുക്കുന്ന ആ സന്ദർഭത്തിൽ വരെ ഞാൻ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കെ കരുണാകരൻ്റെ ആത്മാവിനോട് ഞാൻ നീതി പുലർത്തിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തെ വേട്ടയാടിയ നിരവധി ആളുകൾ ഇന്ന് അധികാര സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് കരുണാകരനെക്കുറിച്ചും കരുണാകരനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പരസ്യമായി പുകഴ്ത്തുന്നുണ്ടെങ്കിലും കരുണാകരൻ്റെ പ്രവർത്തന ശൈലിക്ക് വിരുദ്ധമായ കാര്യക്കാരൻ നടത്തുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലൊരു നൊമ്പലുണ്ടായി. അതുകൊണ്ടാണ് കരുണാകരനെ ആക്ഷേപിച്ച അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്തിയ എൻ്റെ പങ്കാളിത്തത്തെ സംബന്ധിച്ച് പൊതുജനങ്ങളോട്, ബന്ധുമിത്രാദികളോട് കരുണാകരന് വേണ്ടി ക്ഷമാപണം നടത്തണമെന്ന് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ ഫേസ്ബുക്കിൽ വളരെ ലളിതമായ വരികളിൽ അത് കുറിച്ചത്. ആരെയും അപകീർത്തിപ്പെടുത്തുക എന്ന രാഷ്ട്രീയ ലക്ഷ്യം എനിക്കില്ല. ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരാളുടെയും പേര് പോലും പറഞ്ഞിട്ടില്ല. അന്ന് കരുണാകരൻ അട്ടിമറിക്കുന്ന ഗൂഢാലോചനയിൽ ഒരു സംഘമുണ്ടായിരുന്നു. അതായത് സംഘത്തിൽ ഇന്ന് മന്ത്രിസഭയിലുള്ള ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. അവരോരോരുത്തരും വഹിച്ച പങ്കിനെക്കുറിച്ച് പറഞ്ഞ് ഞാൻ അവരെ വികൃതമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ അത്തരം പേരുകൾ പറയുന്നത് മര്യാദയല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് വരികളിൽ ശ്രീ ആനന്ദൻ, ഇവിടെ ഇപ്പോൾ കരുണാകരന്റെ പേരുന്നയിക്കുന്നതിന്റെ പ്രസക്തി എല്ലാവർക്കും സ്വാഭാവികമായിട്ടും അറിയാം. പക്ഷേ ഇവിടെ ഉമ്മൻചാണ്ടിക്ക് മറുപടി കൊടുക്കാൻ ഏറ്റവും ഉത്തമമായ ഓപ്ഷൻ എന്ന് പറയുന്നത് കരുണാകരനാണ്, ലീഡറാണ് എന്ന ഒരു സാഹചര്യം എന്തുകൊണ്ട് കോൺഗ്രസിൽ ഉണ്ടാകുന്നു? പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ലീഡറെ പുകഴ്ത്തി പറയുന്ന പലരും അന്ന് ലീഡറുടെ നിലപാടുകൾക്ക് പൂർണ്ണമായ പിന്തുണ നൽകിയവരല്ല. ഈ പറഞ്ഞ പോലെ അവസാന കാലത്തിലേക്ക് വന്ന സമയത്തൊന്നും ഒരു പരസ്യമായ പിന്തുണ നൽകാനൊന്നും തയ്യാറായവരുമല്ല. ഇവിടെ ഇതെല്ലാം ഉയർന്നൊരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. അത് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കേന്ദ്രത്തിനെഴുതിയ കത്ത് പുറത്തു വന്നതാണ്. അതിനെ തുടർന്നാണ് ഈ വിവാദങ്ങളെല്ലാം ഉയർന്നത്. 4ാം ചരമവാർഷികം വരെ ഇതേപോലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ, അത് ചെറിയാൻ ഫിലിപ്പായാലും ശരി, മറ്റുള്ളവരായാലും ശരി, വീക്ഷണത്തിൻ്റെ മുഖപ്രസംഗമായാലും ശരി വന്നിട്ടില്ല. ഇപ്പോൾ ഇത് വരാനുള്ള കോണ്ടെക്സ്റ്റ് ആ കത്താണ്, രമേശ് ചെന്നിത്തല കത്താണ്. ആ കത്തിൽ ഈ ഭരണത്തെക്കുറിച്ച് വിലയിരുത്തിയിട്ടുണ്ട്. അഴിമതി നിറഞ്ഞ ഭരണമാണ്, പ്രതിച്ഛായ നഷ്ടപ്പെട്ട ഭരണമാണ് എന്ന നിലയിലൊരു വിലയിരുത്തലുണ്ട്. അതിനെ തുടർന്നാണ് ഈ വിവാദങ്ങൾ ഉയർന്നത്. അതിനെ പല കോൺഗ്രസ് നേതാക്കളും യോജിച്ചു. ആ ഫേസ്ബുക്ക് അല്ലെങ്കിൽ കത്തിലെ ഉള്ളടക്കത്തോട് KPCCയുടെ വൈസ് പ്രസിഡന്റ്, അതുപോലെ പ്രതാപൻ, സുധാകരൻ, പന്തളം സുധാകരൻ തുടങ്ങി ഒരുപിടി ആളുകൾ യോജിച്ചപ്പോഴത്തേക്ക് രമേശ് ചെന്നിത്തല ഞാനൊരു കത്തെഴുതിയിട്ടേ ഇല്ലെന്ന് പറഞ്ഞ് വിഡ്രാ ചെയ്തു. പക്ഷേ ദേശീയ പത്രങ്ങളാണ് ആ കത്ത് പ്രസിദ്ധീകരിച്ചത്. ചാനലുകൾ മുഴുവൻ, അതുപോലെ മലയാള പത്രങ്ങൾ ഒക്കെ റിപ്പീറ്റ് ചെയ്യുകയുണ്ടായി അതിലെ ഉള്ളടക്കം. അതേസമയം ശ്രീ ഉമ്മൻചാണ്ടി ഇന്ന് പരസ്യമായ ഫേസ്ബുക്ക് അദ്ദേഹം ഒരു പറയുകയുണ്ടായി, എൻ്റെ നിലപാടിൽ മാറ്റം വരുത്തുന്നില്ല, ഞാൻ ഈ നിലപാടുമായിട്ട് പോകും. KM മാണി രാജിവെച്ച് കഴിഞ്ഞപ്പോഴേ തന്നെ ഇവിടെ ഒരു ഭരണ പ്രതിസന്ധി ആയിട്ടുണ്ട്. കേരള കോൺഗ്രസ് ധനകാര്യമന്ത്രി രാജിവെച്ച് ആ ഗ്യാപ്പ് ഫില്ലപ്പ് ചെയ്യുന്നില്ല. തുടർന്ന് ഉദ്യോഗസ്ഥന്മാരും IPS ഉദ്യോഗസ്ഥന്മാർ, IAS ഉദ്യോഗസ്ഥന്മാരും മുഖ്യമന്ത്രിയും തമ്മിലുള്ള സംവാദങ്ങൾ, വിവാദങ്ങളടക്കം അതൊരു ഭരണസ്തംഭനത്തിലേക്കാണ് ഇവിടെ കേരളത്തിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഈ നില തുടർന്നാൽ തിരിച്ചധികാരത്തിൽ വരാൻ കഴിയില്ല എന്നുള്ള ഉത്കണ്ഠ കോൺഗ്രസ് നേതാക്കന്മാർക്കുണ്ട്. അതാണിന്ന് ഓരോരുത്തരും പ്രകടിപ്പിച്ചത്. കിട്ടിയ സന്ദർഭം ശ്രീ കരുണാകരൻ്റെ 5ാം ചരമദിനമാണ്. അപ്പോഴൊരു കമ്പാരിസൺ കൊണ്ടുവന്നു. അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥന്മാർക്കും കീഴ്പ്പെട്ടിട്ടില്ല. കരുണാകരനൊക്കെ ഉദ്യോഗസ്ഥന്മാരെ നിർത്തേണ്ടടുത്ത് നിർത്തിയിട്ടുണ്ട്. അദ്ദേഹം ഏതെങ്കിലും ഒരു ജാതി, സമുദായ, മതസംഘടനകൾക്ക് വഴങ്ങിയിട്ടില്ല. സെക്യുലറിസം ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ ഇത് തുടരുന്നു എന്നുള്ള അർത്ഥം വരത്തക്ക വിധത്തിലാണ് ഈ കമൻ്റ് എല്ലാം വന്നിരിക്കുന്നത്. പക്ഷേ കരുണാകരന് തിരിച്ചു വരാതിരിക്കാൻ വേണ്ടി വാദിച്ചവരെല്ലാം ഇന്ന് ഈ ഗവൺമെൻറ്റിലുണ്ട്, അദ്ദേഹത്തെ പുകഴ്ത്തുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് നിരവധി ഫേസ്ബുക്ക് പോസ്റ്റ് എല്ലാം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ എല്ലാം കോണ്ടെക്സ്റ്റ് ഈ ഗവൺമെൻറ് ഇന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ അമ്പെ പരാജയപ്പെട്ടു എന്ന പശ്ചാത്തലത്തിൽ ഈ ഗവൺമെൻറ് വീണ്ടും തിരിച്ചു വരാൻ ഇടയില്ല എന്നുള്ള അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രീ രമേശ് ചെന്നിത്തലയുടെ ആ കത്തിനെ തുടർന്നുള്ള ചർച്ചകളുമാണ് ഇന്ന് ഇത്തരത്തിലൊരു സംവാദത്തിൽ. അത് തന്നെയല്ലേ ശ്രീ പീതാംബരകുപ്ര, അത് തള്ളിക്കളയാൻ പറ്റുമോ? ചെന്നിത്തല ആ കത്തിൽ വ്യക്തമായി പറഞ്ഞിരുന്നത് ഈ ന്യൂനപക്ഷ പ്രീണനം, ഈ അസന്തുലിതാവസ്ഥ, പൊതുവിൽ മന്ത്രിസഭയിലായാലും മുന്നണിയുടെ തലപ്പത്തിരിക്കുന്ന ആളായാലും നിയന്ത്രിക്കുന്ന കാര്യങ്ങളിൽ, ഒപ്പം തന്നെ ഗ്രൂപ്പ് വിഷയം, തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചിട്ടുള്ള വിഷയങ്ങൾ, ആ വിഷയങ്ങളെ എല്ലാം കരുണാകരന്റെ കാലവുമായി കമ്പയർ ചെയ്താണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ആയാലും വീക്ഷണത്തിന്റെ മുഖപ്രസംഗമായാലും ഒക്കെ വന്നിട്ടുള്ളത്. അത് തള്ളിക്കളയാൻ പറ്റുമോ? ശ്രീ രമേശ് ചെന്നിത്തല ഇപ്പോൾ വളരെ പ്രൗഢയായി ജീവിച്ചിരിക്കുന്ന ആളാണ്.
അദ്ദേഹം ആഭ്യന്തരമന്ത്രിയാണ്. അദ്ദേഹം വളരെ ശക്തമായ ഭാഷയിൽ പറഞ്ഞു, ഞാൻ അങ്ങനെ ഒരു കത്ത് എഴുതിയിട്ടില്ല, ആ കത്തിൻ്റെ ഉറവിടം അന്വേഷിക്കാൻ ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എഴുതിയ കത്തെന്ന് പറഞ്ഞ് പിന്നെ ഉദ്ധരിക്കുന്നത് ഒരു ഗീബൽസിയൻ എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം ഞാൻ എഴുതിയ കത്താണെന്ന് പറയുമെന്ന്. അല്ല, ഞാൻ എഴുതിയ കത്താണെന്ന് ഒരിക്കലും അദ്ദേഹം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ല, അതൊരു മേഘസന്ദേശം പോലെയാണ്. അദ്ദേഹത്തിന്റെ കത്തല്ലെന്നും ഞാൻ കത്ത് എഴുതിയിട്ടില്ലെന്നും അദ്ദേഹം ചാനലുകളോട് പറഞ്ഞു, അദ്ദേഹം നേതാക്കന്മാരോട് പറഞ്ഞു. കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയുടെ കള്ളൊപ്പിട്ട് ഒരാൾ കത്തയച്ചു എന്ന് പറഞ്ഞാൽ അത് TV ചാനലിലൊക്കെ കാണിക്കുക. അല്ല, അതിനപ്പുറമൊക്കെ അന്വേഷണത്തിന് ഉത്തരവിടണം. അന്വേഷണത്തിന് ഉത്തരവിട്ട് കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം ഇപ്പൊ സ്ഥലത്തില്ലല്ലോ, അദ്ദേഹം ഇപ്പൊ അമേരിക്കയിലാണ്. അദ്ദേഹം തിരിച്ചു വന്നാൽ അദ്ദേഹം പറഞ്ഞ വാക്കിൽ നിന്ന് മാറാൻ അദ്ദേഹം ശ്രമിക്കില്ല. പക്ഷെ ഇന്നിപ്പോ അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്ന സ്ഥലത്തില്ലെങ്കിലും അതെ, ആ കത്തിലെ ഉള്ളടക്കത്തിന്റെ സ്പിരിറ്റ് അനുസരിച്ച് തന്നെ ലീഡർ ഒരു ജനകീയ നേതാവായിരുന്നു. കരുണാകരനെ അഭിനന്ദിച്ചുകൊണ്ട് സംസാരിക്കുന്ന ആർക്കും, പക്ഷെ ആ കത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം കമ്പയർ ചെയ്ത് ഇന്നുള്ള ആ ഒരു കെ കരുണാകരന്റെ 5ാം ചരമവാർഷികത്തിൽ അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ വിമർശനാത്മകമായ വിഷയങ്ങൾ ഉള്ളിലുള്ളവർക്ക് പോലും അപദാനങ്ങളെ പറയാൻ സാധിക്കൂ. കരുണാകരന്റെ അപദാനങ്ങളുടെ ആവിഷ്കാരമാണ് ഇന്നും ഇന്നലെയും കഴിഞ്ഞ ദിവസവും ഒക്കെ നടന്ന മിക്കവാറും മാധ്യമങ്ങളിൽ കണ്ട കാര്യങ്ങളെല്ലാം. അപ്പം അത് വെച്ചുകൊണ്ട് ഇത് മറ്റാരെങ്കിലും ആക്രമിക്കാനാണ് എന്ന് നമ്മൾ വ്യാഖ്യാനിച്ചെടുക്കുകയാണ്. അല്ല, വ്യാഖ്യാനിക്കപ്പെടേണ്ട സിറ്റുവേഷൻ ഉണ്ട് എന്ന് തോന്നിയിട്ടല്ലേ? അല്ല, സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുക്കാൻ സാഹിത്യകാരന്മാർക്കും രാഷ്ട്രീയക്കാർക്കും സാധിക്കും. അല്ല, കാരണം ഈ അതുതാനല്ലയോ ഇത് എന്നൊരു തോന്നലാണത്. അങ്ങനെയല്ല. നോ, ആ കത്തിന്റെ അടിസ്ഥാന കാര്യങ്ങൾ എന്താണ്? കത്തിന്റെ അടിസ്ഥാന കാര്യങ്ങൾ, കത്തെന്ന് പറയുന്ന ആ പ്രഖ്യാപനത്തിന്റെ അടിസ്ഥാന കാര്യങ്ങളും വീക്ഷണത്തിന്റെ എഡിറ്റോറിയലും ഒക്കെയാണല്ലോ ഇപ്പോഴത്തെ ചർച്ചയുടെ വിഷയം. വീക്ഷണത്തിന്റെ എഡിറ്റോറിയൽ, മാഡം പ്ലീസ്, ഐ അക്സെപ്റ്റ്. ആ വീക്ഷണത്തിന്റെ പരാമർശങ്ങൾ അഥവാ പരാമർശങ്ങൾ എന്താണ്? കരുണാകരന്റെ ഭരണകാലത്ത് സംസ്ഥാനത്തുണ്ടായിരുന്ന പ്രതിസന്ധികൾ, അദ്ദേഹത്തിന്റെ കക്ഷിയിൽ നിന്ന് അദ്ദേഹത്തിനുണ്ടായിരുന്ന ദുരനുഭവങ്ങൾ, അതിനെയൊക്കെ ചാണക്യതന്ത്രത്തോടെ നേരിട്ട കരുണാകരൻ നമുക്ക് കാലഘട്ടത്തിന്റെ രാഷ്ട്രീയ മാതൃകയാണ് എന്നാണ് പത്രം പറഞ്ഞത്. അത് വേറെ ആരെങ്കിലും കുത്തുനോവിക്കാനല്ല. അതിനുശേഷം നേതൃത്വം ഉണ്ടായിട്ടില്ല. ഉദ്യോഗസ്ഥർ തലയിൽ കയറി നിരങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. തീർച്ചയായും ആ രീതിയിലൊക്കെ തന്നെ വളരെ ഇന്നിപ്പോ പിന്നെ ഇവരെല്ലാരും തന്നെ ഇപ്പൊ ഭീഷണം കോൺഗ്രസിന്റെ മുഖപത്രം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദേശാഭിമാനിയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തത്. CPM മുഖപത്രം, ജന്മഭൂമി BJPയുടെ, അങ്ങനെയാണല്ലോ കേരളത്തിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ആ മുഖപത്രത്തിൽ വളരെ കൃത്യമായിട്ട് ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും പറഞ്ഞിരിക്കുന്നത് ഈ കത്തിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്ന കാര്യങ്ങളാണ്. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ ഒരു കത്ത് കേരളത്തിലെ പിന്നെ ആഭ്യന്തരമന്ത്രിയുടെ പേര് എഴുതി എന്ന് ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്ത് എന്തുകൊണ്ടൊരു കേസ് പോലും പോകുന്നില്ല ഞാൻ ചോദിക്കട്ടെ? ഗുരുതരമായ പ്രശ്നമല്ലേ? കേരളത്തിൽ ആഭ്യന്തരമന്ത്രി അപകീർത്തിപ്പെടുത്തല്ലേ? ഇനി ഈ കത്ത് പിടിക്കാൻ വേണ്ടി സരിതന്റെ പിന്നെ കത്ത് പിടിക്കാൻ വേണ്ടി CD പിടിക്കാൻ വേണ്ടി വണ്ടി വിട്ട പോലെ വണ്ടി വിടേണ്ടി വരും. ഇനി അതല്ല, കോൺഗ്രസ് തന്നെ ഈ സരിതയുടെ കത്ത് മറച്ചു വെക്കാൻ വേണ്ടി അതിലും വലിയൊരു കത്ത് എന്നുള്ള കഥ ഉണ്ടാക്കിയത്. ഏതായാലും ആ കത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഈ കുറുപ്പസാർ അടക്കമുള്ള കോൺഗ്രസുകാരുടെ മനസ്സിലുള്ള കാര്യമാണ് എന്ന് ഭീഷണത്തിന്റെ മുഖപ്രസംഗം അന്ന് കത്ത് വന്ന സമയത്ത് ലാലി വിൻസെന്റ് നിങ്ങൾക്ക് തന്നിട്ടുള്ള ബൈറ്റുകൾ, അതുപോലെ കോൺഗ്രസിലെ പല നേതാക്കന്മാരുടെ പല സമയത്ത് വന്ന പ്രസ്താവനകൾ, ഇതെല്ലാം വളരെ വ്യക്തമാണ്. ആ കാര്യത്തിൽ നമുക്ക് എന്ത് സംശയമാണ്? ഇന്നിപ്പോ രമേശ് ചെന്നിത്തല ഇട്ടിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം ഞാൻ പറയാം. വികസനം എന്നത് വെറും ഒരു പ്രചാരണ ആയുധമല്ല, മറിച്ച് ജനങ്ങൾ അനുഭവിച്ചറിയാൻ കഴിയേണ്ട ഒന്നാകണം എന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. ആ മനോഭാവത്തിന്റെ ഉദാഹരണമാണ് നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളം ഉൾപ്പെടെ. ആരെയും അഴിച്ചുവിടാതെ എല്ലാവരെയും നിർത്തേണ്ടടുത്ത് നിർത്തി ഭരണം എന്നത് വലിയൊരു കലയാക്കി മാറ്റിയ ലീഡർ വരും തലമുറയ്ക്ക് പഠിക്കാനുള്ളൊരു സാഹചര്യമാണ് എന്നൊക്കെ ശ്രേഷ്ഠനായ ഒരു ഗുരുവിനെ കുറിച്ച് വിനീതനായ തന്റെ ശിഷ്യൻ ഹൃദയം തുറന്ന് അനുസ്മരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ ചെയ്തിരിക്കുന്നത്. ഇത് ഒരു മരണാനന്തര അനുസ്മരണ വിഷയമാണ്. ഈ വിഷയത്തിൽ ഒരു കറയും പുരട്ടാതെ കാര്യങ്ങൾ കാവ്യാത്മകമായി അന്തസ്സായി പറഞ്ഞിരിക്കുകയാണ്. ഇതിന്റെ അർത്ഥം ഇപ്പൊ ശ്രീകൃഷ്ണന്റെ വേഷം കഥകളിയിൽ നന്നായി എന്ന് പറഞ്ഞാൽ ദുര്യോധനന്റെ വേഷം മോശമായി എന്ന് അർത്ഥം എടുക്കേണ്ട കാര്യമില്ല. ഇവിടെ പരാമർശിക്കുന്നത് കൃഷ്ണവേഷത്തെ പറ്റിയാണ്. ഒരു കാര്യം, ഈ ശിഷ്യൻ തന്നെ ഒരു കാലഘട്ടത്തിൽ ലീഡറിന്റെ കൂടെ ഭക്ഷണം കഴിക്കുന്ന ഫോട്ടോ എല്ലാ പത്രത്തിലും കൊടുത്തു. കുറെ കാലം ഈ ശിഷ്യനുമായിട്ട് ബന്ധപ്പെട്ട ഒരു മാധ്യമത്തിലും ഒരു ചർച്ചയിൽ ഇത് നമ്മൾ കേൾക്കില്ലായിരുന്നു. ഒരിക്കലും ഒരു മാധ്യമക്കാർ ചോദിച്ച സമയത്ത് ഒരുമാതിരി കുരിശ് കണ്ട ചെറുത്താനം പോലായിരുന്നു ആ കാലഘട്ടത്തിൽ ഈ ശിഷ്യന്റെ മുഖം. ഈ ശിഷ്യൻ ഈ ഒരു സമയത്ത് ഈ ഫോട്ടോ രണ്ടാമത് ഫേസ്ബുക്കിൽ ഇടുന്നതിന് പിന്നിൽ എന്താ
എന്താണ് കുറുപ്പ് സാർ അതിന്റെ പിന്നിലെ ചേതോവികാരം? ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, അല്ല കുറുപ്പ് സാർ അതിന് മറുപടി പറയാം. കുറുപ്പ് സാർ അല്ല, ഇത് ഞാൻ മറുപടി ഇവിടെ പറയാം. നമുക്ക് ചേർത്ത് പറയാം. അതിലേക്ക് വരാം. അല്ല, അദ്ദേഹം പറഞ്ഞത് ഒരു നല്ല അദ്ദേഹം ഒരു ദൃശ്യാവിഷ്കാരമാണ് പറഞ്ഞത്. പക്ഷെ ഇന്നലെ ചെയ്ത ഒരു അബദ്ധം മർത്യർക്ക് ഇന്നത്തെ ആചാരമാകാം, നാളത്തെ ശാസ്ത്രം അതാകാം. അതിൽ മൂളായിക സമ്മതം രാജൻ എന്നാണ് മഹാനായ കുമാരനാശാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇന്നലെ ചെയ്തു പോയ കാര്യങ്ങളിലെ മിസ്റ്റേക്കുകൾ തിരുത്തുന്നത് ഒരു തെറ്റല്ല, കുറ്റമല്ല. കാലം ഇങ്ങനെ കടന്നു പോകുമ്പോൾ, മനസ്സ് വല്ലാതെ വളരുമ്പോൾ, അനുഭവങ്ങൾ കൊണ്ട് കൂടുതൽ ഉത്തേജിതനാകുമ്പോൾ മനുഷ്യർക്ക് വന്ന വീഴ്ചകൾ അവർ സ്വയം തിരുത്താറുണ്ട്. ആ തിരുത്തലുകളെ ശ്രേഷ്ഠമായിട്ടാണ് ലോകവും സമൂഹവും സംസ്കാരവും സാഹിത്യവും ഒക്കെ അംഗീകരിക്കുന്നത്. ആ നിലയിൽ ഓരോ വ്യക്തിക്കും ഓരോ കാലഘട്ടത്തിൽ ആവശ്യമുള്ള, ഇപ്പൊ ചെറിയാമ്പലിപ്പ് തന്നെ പറഞ്ഞ കാര്യം, ഞങ്ങളൊക്കെ കൂട്ടുകാരാണ്. അദ്ദേഹം എത്ര ശക്തിയുള്ള 1000 അമ്പിന്റെ മൂർച്ചയിലാണ് ചെറിയാൻ അന്നൊക്കെ വിമർശിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് ഒരിക്കൽ നമ്മുടെ രാജ്യത്തിന്റെ കൾച്ചർ എവിടെ നിന്നാണ് ആരംഭിക്കുന്നത്? കാട്ടാളനായ രത്നാകരന്റെ മാനസാന്തരത്തിൽ നിന്നാണ് നമ്മുടെ സംസ്കാരം ആരംഭിക്കുന്നത്. അതുകൊണ്ട് ആർക്കും മാറ്റം വരാം. ആ പറഞ്ഞ ഒരു വീഴ്ച ഞാനീ പറയുന്നത് നമ്മൾ നല്ല സ്നേഹിതന്മാരാണ്. അദ്ദേഹം ഇതിനെ ഇങ്ങനെയൊക്കെ അല്ലാതെ വേറെ കഥകൾ പറഞ്ഞ് ഈ പ്രശ്നത്തിൽ തൊടാതെ കടന്നു പോകാനുള്ള മാർഗമാണ് ഇപ്പോൾ അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. ഇവിടെ വളരെ ക്ലിയർ അല്ലേ, ശ്രീ ലീഡർ അദ്ദേഹം നേതാവായിരുന്ന അവസരത്തിൽ കക്ഷിയിലുള്ളവരെയും ഘടകകക്ഷികളെയൊക്കെ ഒരുമിച്ച് നിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ഇന്ന് രമേശ് ചെന്നിത്തലയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഇതെല്ലാം നമ്മൾ ഈ ചർച്ച നടത്തുമ്പോഴുള്ള ഒരു കോണ്ടെക്സ്റ്റ് പ്രധാനമല്ലേ എൻ്റെ കുറിപ്പ്? വളരെയധികം കാര്യങ്ങൾ പഠിക്കുന്ന ചെറുപ്പക്കാരനായ രാഷ്ട്രീയക്കാരിൽ ഒരാളാണ്, നിരവധി പേര് അങ്ങനെ ഉണ്ട്, ആളാണ് ശ്രീ രമേശ് ചെന്നിത്തല. അദ്ദേഹത്തിന് മനസ്സ് തുറന്നാണ് ഈ ഫേസ്ബുക്കിൽ കാര്യം പറഞ്ഞിരിക്കുന്നത്. അനുഭവവേദ്യമായ ആസ്വാദ്യജനകമായ ഒരവസ്ഥയിൽ ആണ് വികസനം ജനങ്ങളിൽ എത്തേണ്ടത്. ആ കാര്യത്തിൽ കരുണാകരനും മാതൃകയാണ്. കാരണം ഞാൻ പറയാമല്ലോ, അദ്ദേഹത്തെ ഒരു കാലത്ത് കേരളത്തിൽ വെളുത്ത അയ്യങ്കാളി എന്ന് വിളിച്ചിരുന്നു. അദ്ദേഹം പട്ടികജാതി സമൂഹത്തെ സമുദ്ധരിക്കാൻ വേണ്ടി ചെയ്ത കാര്യങ്ങൾ കേരളത്തിൽ ഒരുപക്ഷെ മറ്റ് പലർക്കും, അദ്ദേഹത്തിൻ്റെ കാലത്താണ് പട്ടികജാതി വകുപ്പ് മുഖ്യമന്ത്രി ഏറ്റെടുക്കുന്നത്, അവർക്ക് ആനയെ വാങ്ങിച്ചു കൊടുക്കുന്നത്, അവരുടെ പേരിൽ ബസ് സർവീസ് ആരംഭിക്കുന്നത്, അവർക്ക് പള്ളിക്കൂടം കൊടുക്കുന്നത്. കാരണം അവരെ മാനേജർമാരാക്കാൻ, ആന മുതലാളിയാക്കാൻ, ബസ് മുതലാളിയാക്കാൻ. ഒരുപക്ഷെ ശ്രീ വിധാൻ അദ്ദേഹം മരിച്ച സമയത്ത് ഒരു അനുസ്മരണം എഴുതിയിരുന്നെങ്കിൽ നമുക്കത് സമ്മതിക്കാം. ഈ 4 വർഷവും ഒരു അനുസ്മരണ കുറിപ്പായി ചെന്നിത്തല ഇത് എഴുതിയിരുന്നെങ്കിൽ സമ്മതിക്കാം. പക്ഷെ ഇപ്പോൾ എന്തുകൊണ്ട് അത് എഴുതുന്നു? അല്ല, അത്തരം കാര്യങ്ങളിൽ നമ്മൾ ഒരു ടൈം ഷെഡ്യൂൾ വയ്ക്കാൻ സാധിക്കുമോ? നമ്മളിവിടുന്ന് സംസാരിച്ചു വന്നത് ഈ ഒരു ലീഡറുടെ ഓർമ്മപ്പെടുത്തലിന്റെ സന്ദർഭത്തെ കുറിച്ച് തന്നെയാണ്. പക്ഷേ അതിലേക്ക് തന്നെ വരാമെന്ന് തോന്നുന്നു ശ്രീ പത്മകുമാർ. അത് ഓർമ്മിക്കുന്നതോടൊപ്പം തന്നെ കേരളത്തിൽ ഇപ്പോൾ ഉള്ള പ്രശ്നം, യഥാർത്ഥ പ്രശ്നം, ഈ കോൺഗ്രസിലെ 2 ഗ്രൂപ്പ് പ്രധാനമായിട്ടും 3-4 ഗ്രൂപ്പുകളുണ്ടാവും. ഇതിപ്പോൾ മാറിയിട്ടുണ്ട്. അവസാനം ഗ്രൂപ്പില്ലാത്ത ആളെല്ലാം കൊണ്ട് ചേരിയുണ്ടാക്കും. സുധീരൻ പുറത്ത് നിന്നപ്പോൾ വളരെ സാധ്യതനായിട്ട് എല്ലാം ഇതിനായിട്ട് സംസാരിച്ചു. ഇപ്പം രമേശ് ചെന്നിത്തല മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം, ഉമ്മൻചാണ്ടിയെ സപ്പോർട്ട് ചെയ്ത് ഉമ്മൻചാണ്ടിക്ക് അനുകൂലമായി KPCC പ്രസിഡന്റ് നിലപാടെടുക്കുന്നു. തങ്ങളുടെ നിലപാട് സ്ഥാനം പരിങ്ങലിലാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഈ ഗ്രൂപ്പ് അല്ലെങ്കിൽ സുധീരൻ ഗ്രൂപ്പിന് വിരുദ്ധ ഗ്രൂപ്പ് സംഘടിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ കത്ത് അയച്ചിട്ടുള്ളത്. അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ വർഗീയ പ്രീണനങ്ങളെക്കുറിച്ചാണ്. അത് സത്യമാണ്, യാഥാർത്ഥ്യമാണ് എന്നുള്ളത് അത് ആർക്കും ഡിസ്പ്യൂട്ട് ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇതാണ് ഈ പരസ്പരം ഈ ഗ്രൂപ്പിൻ്റെ ഈക്വൽബറിയം സംരക്ഷിക്കുന്നതിനുള്ള ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. അതാണ് ഈ കത്തിൽ പ്രതിഫലിച്ചിട്ടുള്ളത്. ഘടകകക്ഷികളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നേരത്തെ നമ്മൾ കോൺഗ്രസിനുള്ളിലെ കാര്യം വന്നു. ഘടകകക്ഷികളുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം മാണിനെയൊക്കെ നിലക്കം നിർത്താൻ കരുണാകരന് പറ്റിയിരുന്നു. ഇന്നെന്താണ് മാണി ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. മാണി നാണക്കേടൊക്കെ ഉണ്ടായി, കോൺഗ്രസ് നാണക്കേണ്ടായി പോയിട്ട് ഇപ്പോൾ CPM തലയിൽ വെക്കാൻ നോക്കുക. മാണിയുടെ ആളുകൾ വളരെ തന്ത്രപരമായിട്ട് ഒരു കുപ്പചാരണം അയച്ചു വിട്ട് CPM ആയിട്ട് ഞങ്ങൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാണിയെ മാറ്റി നിർത്തിക്കൊണ്ട് ജോസ് കെ മാണിയെ ലീഡറാക്കി ഞങ്ങൾ പിണറായി മുഖ്യമന്ത്രിയാകുമ്പോൾ ഞങ്ങൾ മുന്നണിയിൽ വരുന്ന രീതിയിലുള്ള കുപ്പചാരണം നടത്തിക്കൊണ്ടിരിക്കുക. ഞാൻ പാർട്ടിയായിട്ട് അന്വേഷിച്ചു. അപ്പം അദ്ദേഹം ക്ലാരിഫൈ ചെയ്തു അനന്തരവട്ടം അന്വേഷിച്ച് നോക്കിയ സമയം അങ്ങനെ ചർച്ച നടന്നിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് BJP ആയിട്ട് അടുക്കാൻ വേണ്ടി മാണി ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അത് എത്രത്തോളം വിജയിക്കുന്ന പാപ്പച്ചേട്ടൻ പറയണം. ഏതായാലും CPM ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ചർച്ച നടക്കുന്നില്ല. ഇത് ചർച്ച നടന്നാൽ തന്നെ CPM അതിനോട് തയ്യാറല്ല. ബാക്കി ചേട്ടൻ പറയുന്നത് അല്ല, ഇവിടെ KM മാണിയുടെ കോൺഗ്രസ് മാണിക്ക് ഒരു നിലപാട് ഇപ്പോൾ ഉണ്ട്. എങ്ങനെയെങ്കിലും മോനെ കേന്ദ്രത്തിലാക്കാൻ മുഖ്യമന്ത്രി നോക്കണം. BJPയുമായി ചേരുന്നതിനും യാതൊരു മടിയും ഉണ്ടാകില്ല. CPMുമായിട്ട് മാണി ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ഇങ്ങോട്ട് വരുന്ന കാര്യത്തിൽ ഞങ്ങളിട്ട് അങ്ങോട്ട് സമീപിക്കാനും പോയിട്ടില്ല. ഇന്നത്തെ സാഹചര്യത്തിൽ ഈ കത്തിനെക്കുറിച്ചുള്ള വിവാദം നടക്കുമ്പോൾ പ്രതിപക്ഷങ്ങൾ ഉന്നയിച്ച 2-3 ആവശ്യങ്ങൾ ഇവിടെ യാഥാർത്ഥ്യമാകുകയാണ്.
ശ്രീ രമേശ് ചെന്നിത്തല കത്തിൽ പറഞ്ഞിട്ടുമുണ്ട്, ഈ വികസനവും കരുതലുമാണല്ലോ ഇവരുടെ മുദ്രാവാക്യം. ആ വികസനവും കരുതലും ജനങ്ങൾക്ക് ഈ വികസനം അനുഭവവേദ്യമായിട്ടില്ല. ഞങ്ങൾ പറയുന്നൊരു കാര്യം, ഈ ജനസമ്പർക്ക പരിപാടി ഉള്ളതുകൊണ്ട് മഹത്തായ കാര്യങ്ങൾ ചെയ്യുന്നുവെന്ന് പറയുന്നതിന് ആ ജനസമ്പർക്കത്തെ തള്ളിപ്പറയുകയാണ് ശ്രീ രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രി എന്നതിന് മറുപടിയും പറഞ്ഞിട്ടുണ്ട്, ജലത്തിലെ മത്സ്യം പോലെയാണ് എനിക്കതുകൊണ്ട് ജനങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. ആ ജനസമ്പർക്കം കൊണ്ടൊന്നും ഈ വികസനത്തിന് പൊതുജനങ്ങൾക്ക് അനുഭവവേദ്യമായിട്ടില്ല എന്ന് രമേശ് ചെന്നിത്തല. യഥാർത്ഥത്തിൽ നിന്ന് സംഭവിച്ചിരിക്കുന്നത് ഒരു ഭരണസ്തംഭനമാണ്. മാണി പോയതിനു ശേഷവും ഉദ്യോഗസ്ഥന്മാരുടെ നിലപാട്, കരുണാകരൻ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ നിലയ്ക്ക് നിർത്തിയിട്ടുണ്ട്, അതിന് ഇദ്ദേഹത്തിന് സാധിക്കുന്നില്ല. ഒതുക്കേണ്ടവരെ ഒതുക്കി നിർത്തേണ്ടത് നിർത്തിയിട്ടുണ്ട്. പരസ്യമായ തർക്കങ്ങളൊന്നും പോകാതെ അങ്ങനെയൊക്കെ നിൽക്കുന്നു എന്നൊക്കെ പറച്ചിൽ കത്തിലെ ഉള്ളടക്കം തന്നെയാണ്. രമേശ് ചെന്നിത്തല കത്ത് നിഷേധിച്ചു, ഞാൻ എഴുതിയിട്ടില്ലെന്ന് പറയുന്നെങ്കിലും ആ കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ തത്ത പറയുന്നത് പോലെ ഇന്ന് ഫേസ്ബുക്കിൽ പറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം അതിൽ ചർച്ചയിൽ അത് എല്ലാ ഗ്രൂപ്പ് നേതാക്കന്മാരും ചർച്ചയിൽ അത് തന്നെയാണ് പറഞ്ഞത്. ഇതാണ് കേരളത്തിലെ ജനങ്ങൾ ഇന്ന് മനസ്സിലാക്കേണ്ടത്. രാജ്യം ഭരിക്കുന്ന കക്ഷി കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയുടെ കൂടെ നിൽക്കാൻ പരസ്യമായി അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന ഗ്രൂപ്പുകാരെന്ന് പറഞ്ഞാൽ ശ്രീ ആര്യാടനും കൂട്ടരുമൊക്കെ അദ്ദേഹത്തിനോടൊപ്പം നിന്നാണ്. ഒരക്ഷരം മിണ്ടുന്നില്ല ഇപ്പോൾ. അതുകൊണ്ട് സംഗതി വളരെ മോശമായിട്ടാണ് പോണത്. കേരളത്തിലെ ജനങ്ങൾക്കൊരു തീരുമാനമെടുക്കാൻ കഴിയുന്ന വിധത്തിലാണ് UDF-നകത്തുണ്ടായിരിക്കുന്ന പ്രശ്നം. ശ്രീ പീതാംബരക്കുറുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടു എന്നത് കോൺഗ്രസ് തന്നെ വിലയിരുത്തിയിട്ടുള്ള കാര്യമാണ്. പല DCC-കളുടെ കാര്യങ്ങൾ, നിലപാടുകളിലുള്ള വിഷയങ്ങളിലായാലും ഒക്കെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടു എന്നുള്ളത്. അവിടെയാണ് ചെന്നിത്തല കത്തിൽ, താങ്കൾ പറയുന്നത് അങ്ങനെ ഇല്ലാത്തൊരു കത്ത് എങ്കിൽ പോലും ആ കത്തിൽ പറയുന്നത് മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായയും ഒക്കെ തിരിച്ചടിയായി എന്ന് പറയുന്നത്. ഇവിടെ നേതൃമാറ്റം എന്നത് ഒരു പൊതുവായ ചർച്ചയായി വരുന്നുണ്ട്. അതിൻ്റെ സാഹചര്യങ്ങൾ തള്ളിക്കളയാനാകുമോ? അങ്ങനെ ഒരു സാഹചര്യമില്ല. രാഷ്ട്രീയ കാര്യങ്ങൾ അപഗ്രഥിക്കാൻ സാധിക്കുന്ന നേതാക്കന്മാരുടെ എണ്ണം കോൺഗ്രസിൽ കുറവല്ല. പക്ഷെ കോൺഗ്രസിലെ ഒരു സൗകര്യം അത് തുറന്നു പറയാനും പരസ്യമായി പറയാനും കൂടി ആ പാർട്ടിയിൽ അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർ തുറന്ന ചർച്ചകൾ ചെയ്യുന്നു എന്നത് അച്ചടക്ക ലംഘനമായി പലപ്പോഴും പരിഗണിക്കപ്പെടാറില്ല. അഭിപ്രായ പ്രകടനങ്ങളായി അത് പിന്നീട് മാനിക്കപ്പെട്ടിട്ടേ ഉള്ളൂ. കുറെ ചർച്ചകൾ സമൂഹത്തിൽ നടക്കുന്നു, കോൺഗ്രസിനകത്ത് നടക്കുന്നു. എല്ലാ പാർട്ടികളിലും നടക്കുന്നു. ഇവരുടെ ഇദ്ദേഹത്തിന് പത്മകുമാറിന്റെ BJP-യിൽ പോലും തുടങ്ങിയിരിക്കുന്നു. പക്ഷേ ശ്രീ ചെന്നിത്തലയുടെ കത്ത് പിന്നെ എന്തുകൊണ്ട് അങ്ങനെ കൈകാര്യം ചെയ്തു? കത്ത് എഴുതിക്കൊള്ളട്ടെ എന്ന് തീരുമാനിച്ചു. വിത്ത് റെസ്പെക്ട് ഐ വുഡ് ലൈക്ക് ടു സേ, അതായത് ചെന്നിത്തലയുടെ കത്തെന്ന് പറഞ്ഞുകൂടാ. കാരണം അത് എഴുതിയെന്ന് ആരോപിക്കപ്പെടുന്ന ശ്രീ ചെന്നിത്തല അങ്ങനെ ഒരു കത്ത് ചെന്നിത്തല എഴുതിക്കോട്ടെ എന്ന് ചിന്തിച്ചൂടായിരുന്നു? അതിനും അപ്പുറത്തേക്ക് ചെന്നിത്തല എഴുതിയോ? അതിന് ക്ലാരിഫിക്കേഷനിലേക്ക് പോകേണ്ട കാര്യമുണ്ടായിരുന്നു? അല്ല, ചെന്നിത്തല എഴുതണമെങ്കിൽ എഴുതേണ്ട ഘട്ടം വന്നാൽ എഴുതാൻ കഴിയുന്നയാളാണ് അദ്ദേഹം. അദ്ദേഹം തുറന്നു പറഞ്ഞല്ലോ, ഈ കത്തുകൾ ഇങ്ങനെ ഒരു ലേഖനമൊന്നും എഴുതാതെ ഇന്ത്യയിലെ കോൺഗ്രസിന്റെ സമുന്നത നേതൃത്വത്തോട് ഏത് കാര്യവും വിശദീകരിക്കാനുള്ള ദീർഘമായ അടുപ്പം, സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. മാത്രമല്ല, ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടപ്പോൾ പിന്നെ KPCC അധ്യക്ഷനോടും അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ ഒരു കത്ത് എഴുതിയിട്ടില്ല എന്നാണ്. അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരാൾ ഞാൻ കത്ത് എഴുതിയിട്ടില്ല എന്നും അങ്ങനെ ഒരു കത്തിന് ശ്രമിച്ചിട്ടില്ലെന്നും പറഞ്ഞാൽ പിന്നെ കത്ത് എന്ന വാക്കിന് ഞാൻ ഉത്തരം പറഞ്ഞുകൂടാ. അല്ല, അത് പറഞ്ഞൂടാ. പക്ഷെ ഒരു കാര്യം, കത്ത് എഴുതിയെന്ന് പറയപ്പെടുന്ന കത്തിലെ വസ്തുതകൾ ശരിയാണ്. അതല്ല, അദ്ദേഹം പറഞ്ഞ ജനാധിപത്യപരമായി അഭിപ്രായം പറയാനൊക്കെ സ്വാതന്ത്ര്യമുള്ള ജനാധിപത്യ പാർട്ടിയാണ്. തൻ്റെ ഇടമായി പറഞ്ഞൂടെ നേതൃമാറ്റം വേണ്ടി വന്നിരിക്കും, അതെല്ലാം കത്തിലുണ്ട്. കത്തെഴുതുന്നതിലും തെറ്റില്ല. ആർക്കാ എഴുതിയത്? അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വത്തിനല്ലേ. അതിലെഴുതാനുള്ള അവകാശം ശ്രീ പീതാംബരക്കുറുപ്പിനുണ്ട്. ഏത് കോൺഗ്രസ് നേതൃമാറ്റത്തിന്റെ സാഹചര്യം വേണ്ടതുണ്ടോ? നിലവിലെ സാഹചര്യത്തിൽ പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ടോ? മാഡം, കോൺഗ്രസ് കേരളത്തിൽ ശക്തിപ്പെടുകയാണ്, ഇന്ത്യയിൽ ശക്തിപ്പെടുകയാണ്. ഇവിടെ നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലെ റിസൾട്ടിനെ അടിസ്ഥാനമാക്കി നമുക്കൊരിക്കലും ഈ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ വിധി നിർണ്ണയിക്കാൻ സാധ്യമല്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ബന്ധങ്ങൾ, പരിചയങ്ങൾ, അടുപ്പങ്ങൾ, നിത്യസഹകരണങ്ങൾ ഇങ്ങനെ പരിധി അടിസ്ഥാനത്തിൽ മാറാവുന്ന 5, 10, 15, 20% വോട്ടുകളുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ നേതൃത്വം, ഈ ഒരു നേതൃത്വം തന്നെ തുടർന്നാൽ മതി 2016 നിയമസഭാ ഇലക്ഷൻ ഫേസ് ചെയ്യുമ്പോൾ? 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതൃത്വമുള്ള UDF തന്നെ അധികാരത്തിൽ ഈ ഒരു നേതൃത്വം തന്നെ തുടർന്നാൽ മതി എന്ന് ഞാൻ പറയില്ല. ഞാൻ ACC പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ ഇതിന്റെ ആൻസർ ഞാൻ ചെയ്യുമായിരുന്നു. അഭിപ്രായം പറയാൻ
പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അല്ല, താങ്കൾ തന്നെ അത് അഭിപ്രായമല്ലല്ലോ ഇത്. ഇപ്പൊ കുറിപ്പ് ഇത് പറഞ്ഞത് ഇത് ഒരു ചർച്ചയിൽ എടുക്കുന്ന ന്യായവാദങ്ങളാണ്. അവിടെ അഭിപ്രായം പറയണമെങ്കിൽ അതിന്റെ ഒരു ആതന്യസ്ഥിതി നമുക്ക് ഉണ്ടായിരിക്കണം. എന്നെ പോലെ ഒരു സാധാരണ പ്രവർത്തകൻ ഇത് നേതൃത്വം ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞുകൂടാ. ഞങ്ങൾ നേതൃത്വത്തിന്റെ പിന്നിൽ നിൽക്കുന്നവരാണ്. കുറിപ്പേട്ടന് അതിർത്തി ഉണ്ടോ എന്ന് അല്ല, പറഞ്ഞാൽ ഇതിലിപ്പോ കുറിപ്പ് പറഞ്ഞതിന് ഒരു തമാശയായിട്ട് എടുത്താൽ മതി. കോൺഗ്രസ് വീണ്ടും ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വീണ്ടും അധികാരത്തിൽ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമെന്ന് പറയുന്നത് അങ്ങനെ അല്ലാതെ കുറിപ്പിന് പറയാൻ ഒക്കില്ല. കോൺഗ്രസിന്റെ ഒരു നേതാവ് അല്ല, പക്ഷേ ഇനി ഈ ചോദിച്ചാൽ വസ്തുതകളെല്ലാം അനലൈസ് ചെയ്താൽ ചേട്ടൻ എന്നെ വല്ലത്തിൽ കയറ്റി അമർത്തുകയാണ്. ഞാനൊരു ചാക്യാരല്ല. സമയപരിമിതി ഉള്ളതുകൊണ്ട് ഇടപെടുകയാണ്. വളരെ നന്ദി, വളരെ നന്ദി. ചെയ്താൽ- ചർച്ച വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായതുകൊണ്ടാണ്. വളരെ നന്ദി. ഏതായാലും ചർച്ചയിൽ പങ്കുചേർന്ന് സംസാരിച്ച ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ശ്രീ പീതാംബർ കുറുപ്പ്, ശ്രീ ഫക്രുദ്ദീൻ അലി, ശ്രീ പത്മകുമാർ, ഒപ്പം തന്നെ ഫോണിൽ സംസാരിച്ച ശ്രീ ശരത്ചന്ദ്ര പ്രസാദ്, ഒപ്പം തന്നെ ശ്രീ ചെറിയാൻ ഫിലിപ്പ്. ഏതായാലും ഇന്ന് ലീഡർ ഓർമ്മപ്പെടുത്തലായി വരുമ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയം, അതിന്റെ പശ്ചാത്തലമൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തത്.